സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയ നാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽപ്പാൻ ദൈവം നമുക്ക് നൽകിയ ആയുസ്സിനായി, ആരോഗ്യത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, സ്വർണം വളരെയധികം വിലപിടിപ്പുള്ള വസ്തുവാണ്. ആഭരണങ്ങളുടെ കൂട്ടത്തിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് മുൻതൂക്കമുണ്ട്. കാരണം അതിൻ്റെ തിളക്കവും അതിൻ്റെ നിറവും മനുഷ്യർക്ക് നൽകുന്നതായ ഒരു അലങ്കാരത്തിൻ്റെ ഭാവവും എല്ലാം നോക്കുമ്പോൾ സ്വർണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു ആഭരണം എന്നുള്ള നിലയിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തി അതൊരു മൂലധനമായി ഉപയോഗിക്കുന്ന അനേകം സ്ഥാപനങ്ങൾ തന്നെയുണ്ട്. വിവാഹാദി കാര്യങ്ങളിൽ സ്വർണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഹൈന്ദവ വിവാഹങ്ങൾ നാം നോക്കുമ്പോൾ അതിൽ വധുവിനെ അണിയിച്ചൊരുക്കുന്ന ആടയാഭരണങ്ങളിൽ പ്രധാനപ്പെട്ടത് സ്വർണമാണ്. അങ്ങനെ സ്വർണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ സ്വർണം പഴയ കാലത്ത് രാജാക്കന്മാർ അവരുടെ പ്രൗഢി കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വസ്തു കൂടെയായിരുന്നു. അവരുടെ സിംഹാസനങ്ങളിൽ പൊതിഞ്ഞിരുന്നതായ തനി തങ്കം അവരുടെ പ്രൗഢിയെ വിളിച്ചറിയിക്കുന്നതായിരുന്നു. അങ്ങനെ രാജസദസ്സുകൾക്കും രാജാധികാരങ്ങൾക്കും പ്രൗഢി നൽകിയിരുന്ന, ഗാംഭീര്യത നൽകിയിരുന്ന സ്വർണത്തിൻ്റെ അമൂല്യത വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ. ഈ സ്വർണം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നമുക്കറിയാം, ധാരാളം സ്വർണ്ണ ഖനികളുണ്ട്. ആ ഖനികളിൽ നിന്നാണ് സ്വർണം ഉൾപ്പെടുന്ന ചെളി നിറഞ്ഞതായ അതിൻ്റെ അയിരുകൾ കുഴിച്ചെടുക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയ സ്വർണ്ണഖനി സൗത്ത് ആഫ്രിക്കയിലാണുള്ളത്. അതിൻ്റെ പേര് എംപനങ് എന്നാണ്. ഈ ഖനിയുടെ ആഴം എന്ന് പറയുന്നത് 4 കിലോമീറ്ററിലധികമാണ്. നോക്കുക, ഭൂനിരപ്പിൽ നിന്ന് 4 കിലോമീറ്ററിലധികം ഭൂമിക്കുള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് ഈ സ്വർണ്ണഖനിയുടെ അടിത്തട്ട്. അവിടെ നിന്നാണ് ഈ സ്വർണം ഉൾപ്പെടുന്ന അതിൻ്റെ അയിരുകൾ കുഴിച്ചെടുക്കുന്നത്. വളരെയധികം പ്രോസസ്സിങ്ങിന് ശേഷമാണ് നാം കാണുന്നതായ സ്വർണത്തിൻ്റെ രൂപത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്നത്. അതിലുള്ളതായ ഇമ്പ്യൂരിറ്റീസ് എല്ലാം കളഞ്ഞ് അതിനെ ശുദ്ധി ചെയ്ത് വളരെയധികം പ്രോസസ്സിങ്ങിന് ശേഷമാണ് അതിനെ ഇന്നത്തെ രൂപത്തിലുള്ളതായ തിളക്കമേറിയ സ്വർണമാക്കി മാറ്റുന്നത് എന്നുള്ളത് വളരെയധികം അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ സ്വർണം വാങ്ങുന്നവരും സ്വർണം ധാരാളം ഉപയോഗിക്കുന്നവരും ഒന്നും ഇതിൻ്റെ പിന്നിലുള്ളതായ അധ്വാനത്തെ സംബന്ധിച്ചോ അതിൻ്റെ പിന്നിൽ നടക്കുന്നതായ പ്രോസസ്സിങ്ങിനെ സംബന്ധിച്ചോ ഒന്നും വാസ്തവത്തിൽ ഓർക്കാറില്ല. എന്തായാലും ഒരു കാര്യം നാം അറിയുന്നത് നന്നായിരിക്കും. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്ററോളം അടിത്തട്ടിൽ കിടക്കുന്നതായ ചെളി നിറഞ്ഞ മണ്ണിൽ പൂണ്ട് കിടക്കുന്ന സ്വർണത്തിൻ്റെ പരലുകളെ ആ ചെളിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത് ശുദ്ധി ചെയ്ത് ഇന്ന് കാണുന്നതായ സ്വർണം ആക്കി മാറ്റുമ്പോൾ അതിനെത്രമാത്രം മനോഹാരിത ഉണ്ടാകുന്നു എന്നുള്ളത് അത്ഭുതാവഹമായ ഒരു കാര്യം തന്നെയാണ്. വാസ്തവത്തിൽ ഈ സ്വർണത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഇത് മനുഷ്യ ജീവിതത്തോട് ഒന്ന് ഉപമിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 4 കിലോമീറ്ററിലധികം ഉള്ളിൽ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന സ്വർണത്തിൻ്റെ പരലുകൾ പോലെയാണ് മനുഷ്യജീവിതം എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല. കാരണം പാപത്തിൻ്റെ ചെളിയിൽ വീണ് കിടക്കുന്ന മനുഷ്യജീവിതങ്ങളെയാണ് നാം ഇവിടെ കാണുന്നത്. ഒരു മനുഷ്യൻ പാപിയായി ജനിക്കുന്നു, അവൻ ആ പാപത്തിൽ ജീവിക്കുന്നു, പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ അവൻ കിടക്കുന്നു. പാപം നിമിത്തം അവൻ്റെ ഉള്ളിലുള്ളതായ അമൂല്യമായ ലോകത്തേക്കാൾ വിലയേറിയ ആത്മാവ് മൃതാവസ്ഥയിൽ കിടക്കുന്നു. ആ ആത്മാവിൻ്റെ മോക്ഷത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ മനുഷ്യൻ വൃഥാവിൽ ചെയ്യുന്നു. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നു, നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നു, ദാനധർമാദികൾ ചെയ്യുന്നു. എന്നാൽ ഇതിലൂടെ ഒന്നും ആത്മാവിന് മോക്ഷം ലഭിക്കുന്നില്ല എന്ന് ദൈവവചനം സ്പഷ്ടമായി പറയുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 4 കിലോമീറ്ററിലധികം ഉള്ളിൽ കിടക്കുന്ന ചെളിയിൽ പൂണ്ട് കിടക്കുന്ന ഈ സ്വർണ്ണപ്പരലുകളെ എടുക്കുവാൻ മനുഷ്യൻ താഴേക്ക് ഇറങ്ങിച്ചെന്നതുപോലെ സ്വർഗത്തിൽ നിന്ന് വലിയവനായ ദൈവം മനുഷ്യനായി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാപത്തിൻ്റെ ചെളിയിൽ പൂണ്ടുകിടന്ന മനുഷ്യന് വേണ്ടി കാൽവറി ക്രൂശിൽ സ്വയം
യാഗമായി അർപ്പിച്ച് അവിടുത്തെ വിലയേറിയ രക്തം മനുഷ്യൻ്റെ പാപക്കറകളെ കഴുകിക്കളയുന്നതിന് വേണ്ടി പൂർണ്ണമായി ഒഴുക്കി ആ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മോക്ഷം നൽകി, നിത്യരക്ഷ നൽകി, സ്വർഗത്തിൻ്റെ അവകാശിയാക്കി തീർത്തു. അതാണ് കർത്താവായ യേശുക്രിസ്തു. ചെളിക്കുണ്ടിൽ കിടക്കുന്നതായ സ്വർണ്ണപ്പരലുകൾ ഏറ്റവും തിളക്കമേറിയ സ്വർണ്ണാഭരണങ്ങളായി മാറിയതുപോലെ പാപച്ചേറ്റിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസത്താൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ഏറ്റവും തിളക്കമേറിയ, ഏറ്റവും ഉന്നത പദവിയിലുള്ള ദൈവമകൻ, ദൈവമകൾ എന്നുള്ള അത്യുന്നതമായ തിളക്കമേറിയ അനുഭവത്തിലേക്ക് വരുന്നു. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ജീവനദിയായി ഒഴുകുന്ന സ്നേഹം അനുദിനം നുകരുവാൻ കേൾക്കൂ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. ഞാൻ എന്നെ നിൻ കയ്യിൽ നൽകിയിടുന്നു, സമ്പൂർണമായി എന്നെ മാറ്റേണമേ. എൻ പ്രാർത്ഥന ഒന്ന് കേൾക്കേണമേ. നിൻഹിതമെന്നിൽ പൂർണ്ണമാകാൻ ഞാൻ എന്നെ നിൻ കയ്യിൽ നൽകിയിടുന്നു, സമ്പൂർണമായി എന്നെ മാറ്റേണമേ. എൻ പ്രാർത്ഥന ഒന്നു കേൾക്കേണമേ. നിൻഹിതമെന്നിൽ പൂർണ്ണമാകാൻ